പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ഈ ഓണത്തിന് 100 പാവപ്പെട്ട കുടുംബങ്ങൾക്കായിട്ട് ഓണക്കിറ്റ് വിതരണം ഓൾറെഡി ഞാൻ ഡിക്ലെയർ ചെയ്തതായിരുന്നു. അത് വളരെ ഭംഗിയോടുകൂടി സെപ്റ്റംബർ മാസം 12-ാം തീയതിയായ ഇന്നത്തെ ദിവസം ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരിലേക്കും അത് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ട്രസ്റ്റ് പേജ്, അതിലുള്ള ഓരോ വ്യക്തികളും ഇവിടെ വന്നവരുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്തവരുണ്ട്, ഒരുപാട് പേര് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ പേജിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുകയും അവരുടെ അടുത്ത് ഇവിടെ നടക്കുന്ന പൂജകളെ കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് ഇത്രയും വലിയ ഒരു സ്വാഗതം എല്ലാവരും നമ്മളെ അറിയപ്പെടുന്ന രീതിയിലേക്ക് വളരാനായിട്ട് സാധിച്ചത്. അപ്പോൾ പൊയ്യാറ മഠത്തിലെ ഓരോ വ്യക്തികളുടെ അടുത്തും പൊയ്യാറ മഠത്തിലെ വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും എനിക്കും എപ്പോഴും അവരോടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അവർക്കായിട്ട് നമ്മൾ വളരുമ്പോൾ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുടെയും അനുഗ്രഹം കൊണ്ട് ഓരോ വ്യക്തികളും പൊയ്യാറ മഠത്തിലെ ഓരോ വ്യക്തികളും വളരുമ്പോൾ അവരുടെ ജീവിതത്തിന് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൻ്റെതായിട്ടുള്ള കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിസിനസ് വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്ഥാപനവും ഇതിനെ ഏറ്റവും നല്ല രീതികളിൽ തന്നെ ഏറ്റവും പണിക്കൂലി ആയാലും ഏറ്റവും നല്ല റേറ്റിൽ തന്നെ ഏറ്റവും ജെന്യുവനായിട്ട് ഓരോ വ്യക്തികളിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് സൺസ്റ്റാർ ജുവൽസ് എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനം. അതായത് സൺ എന്ന് പറയുന്നത് എൻ്റെ മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സൂര്യ തേജസ് എന്നാണ് അവൻ്റെ പേര്, നക്ഷത്ര എന്നാണ് മകളുടെ പേര്. അത് ബേസ് ചെയ്തിട്ടാണ് സൺസ്റ്റാർ ജുവൽസ് എന്നുള്ളത്. ദുബായിൽ എനിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നത് നക്ഷത്ര ഡയമണ്ട്സ് എന്നുള്ളതാണ്. എൻ്റെ മകളുടെ പേര് നക്ഷത്ര എന്നാണ്. അതുപോലെ തന്നെ മുംബൈയിലായിരുന്നാലും അവിടെയെല്ലാം മകളുടെ പേരിൽ ഉള്ള ബിസിനസ്സാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള കാരണം ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാർ ഈ കല്യാണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോൾഡ് ഓർണമെന്റ്സ് എടുക്കുകയും ഡയമണ്ട് ഓർണമെന്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവർക്ക് ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വളരെ വിലക്കുറവിലും വളരെ നല്ല രീതിയിൽ തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലെ ഒരു മെമ്പർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് സഹായം എന്നോട് ചോദിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എൻ്റെ സ്ഥാപനത്തിൻ്റെയും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പേജിൽ ഇട്ടിട്ടുണ്ട്. അത് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന, പേജ് ലൈക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിക്കൊണ്ട് തന്നെ ഒരു പ്രൈസ് എന്ന രീതിയിൽ എന്തായാലും ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് അറിയിക്കണമെങ്കിൽ ഒരുപാട് രീതികളിലുള്ള പബ്ലിസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അവർക്കൊക്കെയും ഇപ്പോൾ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തെക്കുറിച്ച് നമുക്ക് പരസ്യം ചെയ്യാനായിട്ട് സാമ്പത്തിക ചെലവുകളുണ്ട്. അപ്പോൾ ആ പരസ്യം ചെയ്യുന്ന പൈസ എന്തുകൊണ്ട് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലെ ഓരോ മെമ്പറിലേക്കും അത് കൊടുത്തുകൂടാ? നിങ്ങൾ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പലരും ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു വരുമാനം അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങളിലേക്ക് തന്നെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു ഗുണകരമായിട്ട് മാറിയാലോ എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന, ഇങ്ങനെ ഷെയർ ചെയ്യുന്ന, നമ്മളെ കൊണ്ട് പറ്റുന്ന ചിലപ്പോൾ ഒരു 3 പേരിലെടുത്തേക്കോ ഒരു 10 പേരിലെടുത്തേക്കോ ആവും നമുക്കിതൊന്ന് ഫേസ്ബുക്കിലൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റാം. അപ്പോൾ അതിൽ ചിലവർക്ക് ഇത് വേണ്ടതായിട്ടുണ്ടാവാം ഈ ഓപ്പർച്യൂണിറ്റി. ചിലപ്പോൾ ഗോൾഡിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇഷ്ടപ്പെടുന്നുണ്ടാവാം. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് പൂജകളും കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവാം. ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം, ഇവിടെ നടത്തുന്ന ഹോമ പൂജകളിലേക്കും വഴിപാട് മാത്രം സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചെലവ് വയ്ക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒരുപാട് പേർക്ക് ഒരുപാട് ഹോമപൂജകളും ഗുരുതി പൂജകളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? എനിക്ക് ഒരു സാമ്പത്തിക അപൂർത്തി ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എനിക്ക് പറ്റും എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഒരുപാട് വ്യക്തികൾ കൂടുമ്പോൾ
ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ അത്രയ്ക്കും വലിയൊരു സാമ്പത്തിക ശേഷിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരെ അങ്ങനെയും സഹായിക്കാം. അവർക്കും ഹോമപൂജയിൽ പങ്കെടുക്കാനും ഗുരുതി പൂജയിലും വെറുതെ വഴിപാടിട്ടിട്ടോ ദക്ഷിണ ഇട്ടിട്ടോ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരിലേക്ക് ഒരുപാട് ധനസഹായങ്ങളും ഒരുപാട് മറ്റു രീതികളിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ വളരണം. നിങ്ങളും നമ്മളും ഒരുമിച്ച് വളരുക എന്ന് പറയുന്ന ഒരു ചിന്തയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പം അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പവൻ ഒരു ആള് ഷെയർ ചെയ്തിട്ട് ഒരു ആള് സെലക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് 1 പവൻ കിട്ടാനും 6 ഗ്രാം 3/4 പവൻ കിട്ടാനും 4 ഗ്രാം എന്ന് പറഞ്ഞാൽ അരപ്പവൻ കിട്ടാനും 2 ഗ്രാം 1 ഗ്രാം എന്നുള്ള രീതിയിലും 100-ലധികം വരുന്ന ആൾക്കാർക്ക് വളരെ കുറവ് പണിക്കൂലിയിൽ തന്നെ ഓർണമെന്റ്സ് എടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെയും നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. പുയ്യാർ വിഷ്ണുമായ മഠത്തിൻ്റെ പേജിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വരുമാനം കിട്ടുന്നു. ഇവിടെ പുയ്യാർ ശ്രീ വിഷ്ണുമായ മഠത്തിൽ എല്ലാ മാസവും എത്രത്തോളം നമുക്കൊരു വളർച്ചയുണ്ട്, ആ വളർച്ചയെ ബേസ് ചെയ്ത് മഠത്തിൻ്റെ പേജിൽ മെമ്പറായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ ധനസഹായങ്ങൾ അങ്ങോട്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഒരുമിച്ച് വളരാം. നിങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരണം. നമുക്കൊരുമിച്ച് അങ്ങനെ ചെയ്താൽ സാമ്പത്തികം വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ സാമ്പത്തികം വളരാൻ പുയ്യാർ ശ്രീ വിഷ്ണുമായ മഠം വളരുമ്പോൾ അതിലൂടെ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. ഇതിനെ പോസിറ്റീവായി കാണുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ ഇതിപ്പോൾ ഒരു ബിസിനസിന്റെ ഭാഗമാണല്ലോ, ഇതിന്റെ ബിസിനസിന്റെ ഒരു തന്ത്രമായിട്ടും കാണുന്നവരുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെയാണെങ്കിലും സമ്പത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കയ്യിൽ വരണം. അത് ശരിയായ ആൾക്കാരിൽ എടുത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് പണം എത്തിയാലാണ് നമുക്ക് സഹായിക്കാനായിട്ട് പറ്റുക. ഇപ്പൊ നമുക്ക് സഹായിക്കാൻ താല്പര്യമുണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല വ്യക്തികളിലേക്ക് പണം എത്തുമ്പോൾ നല്ല രീതികളിൽ അത് ഉപയോഗിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ഗുണമാവുന്നത്. ഒരുപാട് പൈസ നമുക്ക് കിട്ടി, നമ്മൾ 1 രൂപ പോലും മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് കൊടുക്കുന്നില്ല. സ്വന്തമായിട്ട് ആഹാരം കഴിക്കാനും ലക്ഷറി ആയിട്ട് നടക്കാനും വലിയ വലിയ കാറുകളിലൂടെയും വലിയ ഹോട്ടലുകളിലും വലിയ സാമ്രാജ്യങ്ങളും വലിയ വീടുകളും വലിയ സംഭവങ്ങളും ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുന്നിൽ അത് വലിയൊരു ആഘോഷമാക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിലൂടെ മറ്റുള്ളവർക്കും അത് ഓരോ സ്വപ്നങ്ങൾ, ചിലപ്പോൾ വീടാവാം, ചിലവർക്ക് വിദ്യാഭ്യാസമാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പുയ്യാർ ശ്രീ വിഷ്ണുമായ മഠം എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരുവോണ നാളിൽ നമുക്ക് ഓരോ ഭക്തരും ആ പൂജകളുടെ ഭാഗമാവാനും അവരാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് സ്വാമിയുടെ ശക്തി ഉപയോഗിച്ച് വളരാൻ പറ്റുന്ന രീതിയിലേക്ക് എത്താനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വളരാം, നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുക. അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നത് പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥന, പ്രവൃത്തിയാണെങ്കിൽ പ്രവൃത്തി, സഹായമാണെങ്കിൽ സഹായം. ഇതിനെല്ലാത്തിനും വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും ഒരു ബ്ലെസ്സിങ്ങും കൂടി നമുക്ക് ലഭിച്ചാൽ ഏത് കാര്യവും നമ്മൾക്ക് പോസിറ്റീവായിട്ട് ഭവിക്കും. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹകരണവുമുള്ള പുയ്യാർ ശ്രീ വിഷ്ണുമായ മഠം വലിയൊരു വളർച്ചയിലേക്ക് എത്തിയതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും വലിയ ഒരു ഓണം ആഘോഷം നിങ്ങൾ ആഘോഷിക്കണം. ഈ ഓണത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആഘോഷിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് വിഷ്ണുമായ സ്വാമിയോടും ചാത്തന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.